ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായിട്ടുണ്ടാവില്ലേ എന്നെ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട്. നമ്മൾ വ്ളോഗൊക്കെ എടുത്തിട്ട് കുറേ നാളായിട്ടുണ്ട്. ഒരു 2-3 മാസമൊക്കെ ആയത് തോന്നുന്നു. വേറെ ഒന്നുമല്ല, മടി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ട് വരാൻ കാരണം നമ്മളൊരു ട്രിപ്പ് പോകുവാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് മുതൽ ഞങ്ങളിത് പ്ലാൻ ചെയ്യുകയാണ്. പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അതിനൊരു അവസരം വന്നത്. വേറെ അങ്ങോട്ടും അല്ല കേട്ടോ, നമ്മൾ വേളാങ്കണ്ണി പള്ളിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫാമിലിയും പിന്നെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ 2 വണ്ടിയിലൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്, നാളത്തേക്കുള്ളതൊക്കെ. ബാക്കിയെല്ലാം നമ്മൾ അവിടെ ചെന്നിട്ട് വെക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ വൈപ്പിലുള്ള മാർക്കറ്റിൽ പോയിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കിയെല്ലാം വഴിയെ കാണാം. വൈപ്പിനിലേക്കല്ല കേട്ടോ, ഞങ്ങൾ പിന്നീട് വരാപ്പുഴ മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴോ കറക്റ്റായിട്ട് മഴ പെയ്യുവാണ്. അപ്പം ഞാൻ തുണിയെല്ലാം പുറത്തിട്ടേച്ചാണ് പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഈശ്വര കഷ്ടകാലമാണല്ലോ, തുണിയൊക്കെ പുറത്താണല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് നമ്മുടെ വീടിൻ്റെ അവിടെ മഴ പെയ്തില്ല ഗൈസ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ എന്താ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ചേട്ടൻ ഇടയ്ക്കൊക്കെ വന്ന് ഫിഷൊക്കെ വാങ്ങിയിട്ട് വരാറുണ്ട്. അപ്പം നമ്മൾ വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങിയും എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ അതാ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഏതാണ് വാങ്ങിക്കേണ്ടതെന്നിങ്ങനെ ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ കൺഫ്യൂഷനിലാണ് ഏതാ വാങ്ങിക്കേണ്ടതെന്ന്. അങ്ങനെ മീനൊക്കെ വാങ്ങി. പിന്നെ സനൂന് ഇതാ ഈ ഒരു സാധനം, എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാം, നമ്മളിവിടെ ചക്രം എന്നൊക്കെയാണ് പറയാറ്, അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ തിരിച്ചു പോന്നുകൊണ്ടിരിക്കണം. അപ്പോൾ വരണ വഴി കടച്ചക്ക കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി വാങ്ങി. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് ദാഹിച്ചപ്പോൾ ഒരു അവിൽ മിൽക്കൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ചിക്കനും മീനും വറുക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചേക്കാണ്. മീൻ നമ്മളിപ്പം തന്നെ വറുക്കും, ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. രാത്രിയാണ് കേട്ടോ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന, ഒരു 8 മണി 8:30 ആയിട്ടുണ്ടാകും. ഇതാ മീനൊക്കെ വറുക്കാനിട്ടു, ചോറും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി മീനും കൂടി ഉണ്ട് കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ രാവിലത്തേക്ക് ഇഡ്ഡലിയാണ് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ പൊന്തിയിട്ടുണ്ട്. എനിക്കിങ്ങനെ മാവ് പൊന്തിയിരിക്കണതാണ് ഭയങ്കര സന്തോഷമാണ്. നല്ലപോലെ പൊന്തിയിട്ടുണ്ടായിരുന്നു. സാധാരണ അരയ്ക്കുമ്പോഴും പൊന്താറുണ്ട്, പക്ഷേ ഇത് ഒരുപാടുണ്ടായിരുന്നു, അളവ് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൊന്തോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ മഴ പൊടിഞ്ഞു തുടങ്ങി ഏകദേശം. പിന്നെ 2 ഇഡ്ഡലി ചെമ്പിലായിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, കാരണം കുറേ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സമയം വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് 2 ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി അവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് ചേട്ടനും കൂടി ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നാളത്തേക്ക് കൊണ്ടുപോകാനുള്ള പൊടികളും സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ ആ ഒരു ബ്ലൂ കളറിലെ പാത്രമില്ലേ, അത് ഞങ്ങളിപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ എല്ലാ പൊടികളും കൂടി അതിനകത്ത് ഒരുമിച്ചിട്ട് അങ്ങനെ അങ്ങ് കൊണ്ടുപോകാമല്ലോ, ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകണ്ടല്ലോ. അപ്പം അങ്ങനെ ആളും കൂടി ഹെൽപ്പ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി കിടന്നുറങ്ങട്ടെ. പിറ്റേ ദിവസം രാവിലെ 4 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ എഴുന്നേറ്റു. പിള്ളേർ 2 പേരും നല്ല ഉറക്കമാണ് കേട്ടോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. കറക്റ്റ് 5 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 5 മണിക്ക് തന്നെ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് 5 മണിയായിട്ടുണ്ട്. എല്ലാവരും റെഡിയായി, സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് പോണ വഴി എടുക്കാം. എന്തോരം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ബാക്കിയൊക്കെ നമുക്ക് മാക്സിമം ഉൾക്കൊള്ളിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ബൈ, കാണാം. അങ്ങനെ നേരം വെളുത്തപ്പോഴത്തേക്കും ഞങ്ങളിതാ യാത്ര ആരംഭിച്ചു. ഒരു 5:15 ആ സമയമൊക്കെ ആയിട്ടുണ്ടായെന്ന് തോന്നുന്നു ഇറങ്ങിയപ്പോൾ. അപ്പോൾ അവരും നമ്മുടെ കൂടെ തന്നെ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പമ്പിൽ പോയി ഡീസലൊക്കെ അടിച്ചു. അപ്പോൾ ഇത്രയും പേരാണ് കേട്ടോ വണ്ടിയിലുള്ളത്. നമ്മുടെ ഫാമിലിയിലെല്ലാവരും, പിന്നെ തൊട്ടപ്പുറത്തുള്ള ചേച്ചിയും മോളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് കോടയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ തൃശ്ശൂരെത്തി, കുതിരാനെത്തി.
പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് കാലിച്ചായ കുടിക്കുക എന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഗൈസ് എനിക്ക് ഈ ഒരു സാധനം കിട്ടിയത്. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു ഈ ഒരു പുളിജാമ ഏറ്റവും ലാസ്റ്റായിട്ട് കഴിച്ചത്. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടേ ഇല്ല. സാധാ പുളിജാമുണ്ട്, പക്ഷേ ഈ ഒരു കവറിൽ വന്ന ആ ഒരു ഇത് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ വേഗം ഓടിപ്പോയി ആ ഒരു കടയിൽ നിന്ന് ഞാൻ പുളിജാമ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചില്ല കേട്ടോ, ഞാൻ ചായ കുടിച്ചില്ല. ഞാൻ ഈ പുളിജാമാണ് വാങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്കും കുക്ക് ചെയ്യാനല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് ഒതുക്കിയതാണ്. അപ്പോൾ മീൻ ഇന്നലെ രാത്രി വറുത്ത് വെച്ചതാണല്ലോ, അപ്പോൾ അത് ചൂടാക്കാമെന്ന് കരുതിയിട്ട് മീനൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൂടാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഒന്ന് കട്ടൻ ചായ കുടിക്കുക എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ എത്തി, വേളാങ്കണ്ണി എത്തി. ഒരു 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് റൂം കിട്ടാനായിട്ട് നല്ലപോലെ ലേറ്റായി. പിന്നെ കുറേ തിരഞ്ഞിറങ്ങിയതിന് ശേഷമാണ് നമുക്കിതാ ഈ ഒരു ഹോട്ടൽ കിട്ടിയത്. റൂമിൽ ചെന്നപ്പോൾ തന്നെയുള്ള വ്യൂ ആണ് കേട്ടോ പള്ളിയുടെ. നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനൊക്കെ ആയിട്ട്. ചെന്നപ്പം തന്നെ ഞങ്ങൾ വേഗം തന്നെ കുളിച്ച് റെഡിയായി. മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്കാണ് കേട്ടോ ആദ്യം തന്നെ പോയത്. പിന്നെ പള്ളിയെക്കുറിച്ച് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, എനിക്ക് കറക്റ്റായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. നേരെ പോയി. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അവിടെ നിന്ന് കുറച്ച് നേരം തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഹോളി വാട്ടർ വാങ്ങിക്കാമെന്ന് കരുതി. പിന്നെ മെഴുകുതിരിയും കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ചെന്ന് ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുവാണ്. അറ്റത്താണ് കേട്ടോ നമുക്ക് ഹോളി വാട്ടറൊക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ ജസ്റ്റ് ക്ലാസ്സിൽ തന്നപ്പോൾ അതും കുടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം മെഴുകുതിരി വാങ്ങി കത്തിക്കാൻ വേണ്ടി പോകുവാണ്. അങ്ങനെ ഞങ്ങളിതാ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ പിള്ളേരെ കൊണ്ടുപോകും, എന്തായാലും കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് കൊടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ്. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ രാത്രിയിലേക്ക് നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തിയും ചിക്കൻ വറുത്തതുമാണ്. പിന്നെ മീൻകറിയുടെ ബാക്കിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. റവ എടുക്കാൻ മറന്നുപോയി. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ അന്നും കുറച്ച് ചപ്പാത്തിയും ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും ചൂടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഉപ്പുമാവും കൂടി ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ കറി നമ്മൾ ബീഫ് കറി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ ഓൾറെഡി നമ്മൾ വേവിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി അങ്ങ് ചുട്ടെടുക്കുവാണ്. ഉപ്പുമാവ് പകർത്തു കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ പാത്രമൊന്നും കിട്ടാഞ്ഞത് കൊണ്ട് നമ്മൾ അരിപ്പക്കൊട്ടയിലാണ് പകർത്തുന്നത്. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു ചപ്പാത്തിയും കൂടി അതിൻ്റെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളിൽ കൂടെ പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതും കൂടി പകർത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എല്ലാവരും ഒക്കെ എഴുന്നേറ്റു കേട്ടോ. നേരത്തെ തന്നെ രാവിലെ നമ്മൾ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ അത് കണക്ക് കൂട്ടിയിട്ട് എഴുന്നേറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ചായ കുടിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ നല്ല വെയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വെയിലൊന്നും മൂക്കുന്നതിന് മുമ്പ് തന്നെ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 11 മണിക്ക് നമുക്ക് റൂം വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പോയിട്ട് തിരിച്ചു വരണം. പിള്ളേർ നല്ല ഉറക്കത്തിലായിരുന്നു. രാത്രി വൈകിയൊക്കെ ആണല്ലോ കിടന്നത്. അപ്പോൾ രണ്ടുപേരെയും വിളിച്ച് ഞാൻ എന്താ ശിവുവിനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴത്തേനും ഒരു 8:30-9 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് എല്ലാവരും കൂടി ഒരൊറ്റ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പള്ളി എത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കുമായിരുന്നു. നല്ല വെയിലും ചൂടുമൊക്കെ ആയിരുന്നു. വെള്ളം കുടിച്ചതിന് കണക്കില്ല സത്യത്തിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ വഴിപാടും കാര്യങ്ങളൊക്കെ നടത്താനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ മാലയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി ഷോപ്പിൽ കയറി മാലയൊക്കെ വാങ്ങുവാണ് കേട്ടോ. മാല മാത്രമല്ല തിരി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഈ ഒരു തൊട്ടിലൊക്കെ കെട്ടുന്ന താഴും താക്കോലൊക്കെ ഇടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ആദ്യം തന്നെ അങ്ങോട്ടേക്കാണ് പോയത്. അത് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ പള്ളിയിൽ കയറി. അപ്പോൾ അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് അടുത്ത പള്ളിയിൽ, അതായത് രാത്രി പോയ പള്ളിയിൽ വീണ്ടും കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാൻ കേട്ടോ. വേഗം വന്ന് 11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വേഗം വന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്യുവാണ്. പിന്നെ ഉച്ചയായപ്പോഴത്തേനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേസ് നോക്കി നിർത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. ബീഫ് കറി രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി കുക്കറിലിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. കണ്ടോ നല്ല ഭംഗിയുണ്ട് അവിടെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ നോക്കുന്നു. പക്ഷെ അവിടെ മുള്ള് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് പാടത്തോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ വെച്ച ബീഫ് കറി ഒന്നുകൂടി ചൂടാക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. കുക്കറിലായതുകൊണ്ട് തന്നെ കുക്കറിൽ പെട്ടെന്ന് കഴിയുമല്ലോ. എന്നാലും ഒരു 1 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട്. കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. വലിയ രുചി എന്നല്ല പറയുക, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ കഴിച്ചു. തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ. അവിടെ നിന്ന് മുതൽ ഞാൻ നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും നമ്മുടെ അവിടെ മഴ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ എല്ലായിടത്തും മഴ ഉണ്ടായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും ചായ കുടിക്കാൻ കരുതി കയറിയതാണ്. അപ്പോൾ ആദ്യം കയറിയ ഷോപ്പിൽ കോഫിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഷോപ്പിൽ കയറി കോഫിയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഫുഡ് കൂടി കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഹായ്, ഇന്നലെ രാത്രി പിന്നെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളിന്ന് രാവിലെ 2 മണിക്കാണ് കേട്ടോ എത്തിയത്. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല യാത്രയായിരുന്നു. നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു വേളാങ്കണ്ണിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ മഴ ഉണ്ടായിരുന്നില്ല. അത് കഴിച്ച് കഴിഞ്ഞ് വണ്ടി കയറുമ്പോൾ മഴ പെയ്യും. പിന്നെ വീണ്ടും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് വീണ്ടും മഴ പെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഒട്ടും മറക്കാനാവാത്തൊരു അനുഭവമൊക്കെ തന്ന നല്ലൊരു യാത്രയായിരുന്നു. നമുക്ക് ശാരീരികമായിട്ടും യാതൊരു സാധാരണ ഇങ്ങനെ
യാത്രയൊക്കെ പോകുമ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ.